friends, Assalamu alaikum. Welcome to our channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുംബൈ സ്ട്രീറ്റ് ഫുഡായ വട പാവ്. അതിനായി ഒരു പാത്രത്തിൽ ഗ്രാം ഫ്ലോർ, വെള്ളം, മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ബാറ്റർ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സി ജാറിലേക്ക് 5-6 പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് നല്ലോണം ഗ്രൈൻഡ് ചെയ്യാം. നല്ലപോലെ പേസ്റ്റ് ആവണമെന്നില്ല, സെമി രൂപത്തിലായാൽ മതി. ഇനി നമുക്കൊരു സ്റ്റഫിംഗ് ഉണ്ടാക്കാം. അതിനായി അടുപ്പത്ത് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. അതിനുശേഷം കടുകും കൂടി ചേർത്ത് കൊടുക്കുക. കടുക് ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. രണ്ടും കൂടി നല്ലപോലെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സ്മാഷ് ചെയ്ത പൊട്ടാറ്റോയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഇളക്കുക. നല്ലപോലെ ഇളക്കിയതിനു ശേഷം അതിലേക്ക് കറി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മുടെ സ്റ്റഫിംഗ് റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ബോൾസായി മാറ്റിയെടുക്കാം. ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസായി മാറ്റിയെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അടുത്തതായി നമുക്ക് ഒരു ഡ്രൈ ചട്നി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ഫ്രൈ പാനിലേക്ക് ഓയിൽ ഒഴിച്ചെടുത്ത് അതിൽ ഗ്രേറ്റഡ് ഡ്രൈ കോക്കനട്ട് ഇട്ട് ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. നെക്സ്റ്റ് അതിലേക്ക് പീനട്ട്, ഗാർലിക്, വെളുത്ത എള്ള്, സാൾട്ടും കൂടി ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനെ നമുക്കൊരു മിക്സി ജാറിലിട്ട് പൊടിയാക്കി എടുക്കാം. ഡ്രൈ ചട്നി റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ ചട്നി ഉണ്ടാക്കാം. അതിനായി കൊറിയൻഡർ ലീവ്സ്, മിന്റ് ലീവ്സ്, ഉപ്പ്, ഗ്രീൻ ചില്ലി ചേർത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വടപാവ് സെറ്റാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ പാവ് എടുത്തിട്ടുണ്ട്. അതിന്റെ മിഡിൽ ഭാഗം കട്ട് ചെയ്ത് അതിന്റെ ഉള്ളിലായി ആദ്യം നമുക്ക് ഗ്രീൻ ചട്നി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഡ്രൈ ചട്നിയും കൂടി മുകളിലായി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ വട ഇട്ട് വടപാവ് സെറ്റ് ചെയ്തെടുക്കാം. വടപാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. Thank you for watching. Please like, share and subscribe.